ഹായ് എവരി വൺ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിൽ കൊമേഴ്ഷ്യലി ആയാലും ക്രിട്ടിക്കലി ആയാലും ജൈത്രയാത്ര തുടരുന്ന സിനിമയാണ്. ആ സിനിമ അവസാനിക്കുന്നത് ഒരു ടാഗ്ലൈനോട് കൂടിയാണ്, ഒരു ക്ലിഫ് ഹാങ്ങർ. അടുത്ത പാട്ടിലേക്ക് ചാത്തന്മാർ വരും. എന്താണ് ഈ ചാത്തന്മാർ? ലൈക്ക് ഐ മീൻ 390 ചാത്തന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സോ ചാത്തന്മാരുടെ അല്ലെങ്കിൽ ആ ചാത്തന്റെ മിത്തിക്കൽ ഒറിജിൻ സ്റ്റോറി ആൻഡ് ദ സോഷ്യോ കൾച്ചറൽ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ശരിക്കും ഇത് ഹിന്ദു മിത്തോളജിയുടെ ഭാഗം തന്നെയാണോ എന്നും കൂടെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. വെൻ ഇറ്റ് കംസ് ടു മിത്തിക്കൽ ഒറിജിൻ സ്റ്റോറി, ചാത്തൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ 390 ചാത്തന്മാരിലേക്ക് ഞാൻ വരാം. ചാത്തൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ആക്ച്വലി ശിവന്റെയും കൂളിവാകയുടെയും മകനാണെന്നാണ് പറയപ്പെടുന്നത്. കൂളിവാകയുടെ മകൻ എന്ന് വെച്ചാൽ ലൈക്ക് നോൺ ബയോളജിക്കൽ സൺ. അതിലേക്ക് ഞാൻ വരാം. ലൈക്ക് ശിവൻ ഒരു ദിവസം ഹണ്ടിങ്ങിന് കാട്ടിലേക്ക് പോയ സമയത്ത് ഒരു സ്ത്രീയെ കണ്ട് ക്രഷ് അടിച്ച്, മൂപ്പര് കണ്ടാ തൊട്ടാ ക്രഷ് ആണല്ലോ. ബെസ്റ്റ് ഫ്രണ്ടായ മഹാവിഷ്ണുവിന്റെ അടുത്ത് വരെ മൂപ്പർക്ക് ക്രഷ് അടിച്ചിട്ടുണ്ട്. കൂളിവാക ആ ടൈമിൽ ശിവനെ കണ്ട് പേടിച്ച് പാർവതി ദേവി പ്രാർത്ഥിച്ചു എന്നും ദെൻ പാർവതി ദേവി വന്നിട്ട് നീ പൊട്ടോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവി കൂളിവാകയുടെ രൂപമെടുത്ത് ശിവനും പാർവതിയും കൂടെ പിടച്ചു എന്നും അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഈ ചാത്തൻ. ഈ ചാത്തനെ കൂളിവാകയ്ക്ക് കൊടുത്ത് പാർവതി ഇവർ രണ്ടുപേരും വളർത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ലൈക്ക് ചാത്തന്റെ ബേസ് സ്റ്റോറി. 390 ചാത്തന്മാർ എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ആക്ച്വലി അത് 400 ആണ്. 10 പേര് തട്ടിപ്പോയതാണ്. ഭൃഗൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. സോ ഈ അസുരനുമായിട്ടുള്ള ഒരു വാറിലാണ് ഈ ചാത്തന് മുറിവ് പറ്റുകയും ആ രക്തത്തുള്ളികളിൽ നിന്നാണ് ചാത്തന്മാർ ഏറുന്നു വന്ന് ടോട്ടൽ 400 ചാത്തന്മാരായി. ഈ യുദ്ധത്തിൽ തന്നെ ലൈക്ക് 10 ചാത്തന്മാര് മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് 390 ആയി. സോ ഇതാണ് ചാത്തന്റെ മിത്തിക്കൽ സ്റ്റോറി. അതുപോലെ തന്നെ വിഷ്ണുമായ എന്നൊരു പേര് കൂടെ ചാത്തനുണ്ട്. അതെന്താന്ന് വെച്ചാൽ കൈലാസത്തിലേക്ക് പോണ സമയത്ത് ഈ ചാത്തനെ നന്ദികേശൻ തടഞ്ഞത്രേ. സോ ചാത്തൻ പിന്നെ പോയി വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന രൂപം മഹാവിഷ്ണുവിന്റെ രൂപം എടുത്തിട്ടാണ് വന്നത്. സോ നന്ദികേശൻ കടത്തി വിട്ടു. ഓ ടട്ട ബൈ ബൈ, ചെക്ക് പോസ്റ്റ് തുറന്നു വിട്ടിരിക്കണെന്ന് പറയണ പോലെ ഇതുകൊണ്ട് വന്ന പേരാണ് അത്ര വിഷ്ണുമായ ചാത്തൻ. പലർക്കും ഈ സ്റ്റോറി അറിയുന്നുണ്ടാവും, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്റെ നിഗമനത്തിൽ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഹിന്ദു മിത്തോളജിയുടെ ഭാഗമേ അല്ല, പിൽക്കാലത്ത് ആക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.